ഹലോ എവരിവൺ, സുഖല്ലേ എല്ലാവർക്കും? ഇന്ന് സാറ്റർഡേ ആണ്. ഞാൻ എല്ലാ സാറ്റർഡേസും മാത്രമാണ് കേട്ടോ ഷൂട്ട് ചെയ്യണത്. കാരണം ഒന്ന്, ഞാൻ വർക്കിംഗ് ആണ്. ഈ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വർക്കിംഗ് ഡേയ്സിൽ മൺഡേ ടു ഫ്രൈഡേ ടൈറ്റ് സ്കെഡ്യൂളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം ഷൂട്ട് ചെയ്യാൻ ടൈം കിട്ടാറില്ല. പിന്നെ ഉള്ളത് സാറ്റർഡേ ആണ്. സാറ്റർഡേ ഞാൻ മിക്കവാറും എല്ലാ വീഡിയോസും സാറ്റർഡേയിൽ ഷൂട്ട് ചെയ്യണതാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ഒരു 9:30 ആയിട്ടുണ്ട് രാവിലെ. ഇപ്പോൾ ഹേസലിനെ കണ്ടു. ഹേസൽ ഒരു ഹായ് പറഞ്ഞേ. കേസിൽ ഞാൻ കണ്ടോ ഫുള്ള് റെഡി ആയിട്ടൊക്കെ രാവിലെ തന്നെ 9:30 ആയപ്പോൾ തന്നെ ഫുൾ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഞങ്ങളുടെ ഓഫീസിലെ ടീം ലഞ്ചാണ്. അപ്പോൾ എന്താണ്, ഗ്രാൻഡ് ഹയാത്തിലാണ് ടീം ലഞ്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കണതാണ്. അപ്പോൾ അറിയാലോ, ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഗ്രാൻഡ് ഹയാത്തിലെ ടീം ലഞ്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് അതുപോലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പയ്യെ കൊച്ചു വ്ളോഗായിട്ട് നമുക്ക് കാണാം. എനിക്കറിയാൻ പറ്റത്തില്ല ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും. നോക്കാം, പറ്റുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്കറിയാലോ, എന്നെ പോലെയുള്ളൊരു വർക്കിംഗ് മദേഴ്സിന് ടീം ലഞ്ചിന് പോവുക, പുറത്തേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ടീം ഔട്ട് പോവുക, ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. വീട്ടിൽ പിള്ളേർക്കുള്ള ഫുഡ് റെഡിയാക്കി വെക്കണം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കഴിക്കാൻ കൊടുക്കണം, പിള്ളേർക്കും ഹസ്ബൻഡിനും. അങ്ങനെ അപ്പോൾ ഇന്ന് എന്താ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇവർക്കൊക്കെ കൊടുത്തു. പത്തിരിയും ചിക്കൻ കറിയായിരുന്നു, അത് കൊടുത്തു. കാരണം ഗ്രാൻഡ് ഹയത്തിൽ നിന്ന് ഞാൻ നല്ലപോലെ തട്ടുണ്ടല്ലോ. അപ്പോൾ അവർ അത്യാവശ്യം സോപ്പിട്ട് നിർത്തുക എന്നുള്ളത് എൻ്റെ ഒരു ബാധ്യതയാണല്ലോ. അങ്ങനെ അപ്പോൾ പിന്നെ ലഞ്ച് പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. കാരണം 9 o'clock തന്നെ പോകണമല്ലോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സൂട്ടിൽ തന്നെ ഇന്ന് ലഞ്ച്. കഴിഞ്ഞ ശനിയാഴ്ചയും സൂട്ടിൽ നിന്നായിരുന്നു ലഞ്ച്. അപ്പോൾ ഈ ശനിയാഴ്ചയും സൂട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിള്ളേരും ഹസ്ബൻഡും അവിടെ പോയി ലഞ്ച് കഴിക്കും. ഞാനവിടെ ടീം ഔട്ടിലായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഒരു വർക്കിംഗ് മദേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പുറമേ കാണുന്ന പോളിഷ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും മാത്രമല്ല, അതിൻ്റെ ബിഹൈൻഡ് ദ സീന് നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഒരു ഫാക്റ്റ്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന മറ്റേ എടപ്പള്ളി മെട്രോ വരെ ബൈ കാറ് പോകാം, ഡ്രൈവ് ചെയ്തിട്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേറെ 3-4 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ കയറില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് മെട്രോ എടുത്ത് പോകാം എടപ്പള്ളിയിൽ നിന്ന്. അവിടെ ചെന്നിട്ട് MG റോഡോ മറ്റോ ചെന്നിട്ട് അവിടെ നിന്ന് ക്യാബ് എടുക്കാം എന്നുള്ള പ്ലാനിലാണ്. നോക്കട്ടെ എന്നാ സംഭവിക്കുന്നതെന്ന്. എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ എല്ലാ കാര്യങ്ങളും കാണാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ലേ, ഞാൻ ഈ ശനിയാഴ്ച ദിവസം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, പിള്ളേരെ എന്താ ചെയ്യണേന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി മെട്രോ സ്റ്റേഷനിലെത്തി, ടിക്കറ്റ് എടുത്തു. എൻ്റെ കൂട്ടത്തിൽ ആരൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അശ്വതിയും ആർഷയാണുള്ളത്. ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 പേരൂടെ ഉണ്ടായിരുന്നു, ഹർഷിയും മറ്റേ അമൃതയും ഉണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം. പക്ഷേ അവർ ഈ പറഞ്ഞ പോലെ റെഡിയാവാൻ ലേറ്റായി. അങ്ങനെ അവർ ക്യാബ് എടുത്ത് പോരാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ 3 പേരും മെട്രോയിൽ കയറി. MG റോഡിലേക്കാട്ടോ നമ്മൾ എടുത്തത് ടിക്കറ്റ്. നമ്മൾ അവിടെ ചോദിച്ചിരുന്നു, മെട്രോയുടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണെന്ന്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതാണ് MG റോഡ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക എന്നുള്ളത്. അങ്ങനെ MG റോഡ് ഇറങ്ങി. അവിടുന്ന് ഒരു ഫ്രണ്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളെയും കൂടെ എടുക്കണം. ഇതാ നിൽക്കണു ഞാൻ പറഞ്ഞ ആൾ, ശ്രീതി. ഇവളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ MG റോഡ് മെട്രോ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ക്യാബ് എടുത്ത് നേരെ ഗ്രാൻഡ് ഹയാത്തിലേക്കാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ഇടയ്ക്ക് ഹോൾട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ക്യാബിലാണ് ഇപ്പോൾ ഉള്ളത്. ടീം ലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്രാൻഡ് ഹയാത്തുമായിട്ട് കണക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വെബ്സൈറ്റിൽ നിന്ന് തന്നെ അവരുടെ നമ്പർ എടുക്കുക, നമ്മൾ അവരോട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുക, ഇന്നതാണ് നമ്മുടെ റിക്വയർമെൻ്റ് എന്ന്. അപ്പോൾ അവർ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും. നമ്മളത് ഓക്കെ ആണ് എങ്കിൽ വളരെ ഈസിയാണ് പ്രോസസ്സും കാര്യങ്ങളും. പിന്നെ MX കാർഡ് എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഈസി ആയിരുന്നു ഈ ഒരു സംഭവം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് ഹയാത്ത് എത്തി. ഓഫീസ് ഇപ്പോൾ ഹൈബ്രിഡ് ആണല്ലോ.
എല്ലാ ദിവസവും ഓഫീസിൽ പോകണ്ട, അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാറില്ല. അപ്പോൾ ശ്രീധീനെ ഞങ്ങൾ കണ്ടിട്ട് കുറേ ദിവസമായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളായിട്ട് കുറച്ച് ഡിസ്കഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം വണ്ടിയിലിരുന്ന് നമ്മൾ 3-4 പേരും കത്തി വെച്ചു. അപ്പോഴേക്കും എത്തിയല്ലോ. അപ്പോൾ പിന്നെ അവിടെ ഓൾറെഡി വിക്കിയും റദീനൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ കാണാം. പിന്നെ ഞങ്ങൾ ഇവരുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, മലബാർ കഫേ എന്ന് പറയുന്ന ഇവരുടെ ഇൻഹൗസ് റെസ്റ്റോറൻറ്റ് കൺസ്ട്രക്ഷനിലാണെന്നുള്ളത് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊന്ന് കൺഫേം ചെയ്തായിരുന്നു. അപ്പോൾ അതവർ മാറ്റി വേറൊരു സ്ഥലത്ത് സെറ്റാക്കിയിട്ടുണ്ടെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഓക്കെ, ഞങ്ങളങ്ങനെ ദേ നിൽക്കുന്നു. ഇതാണ് റദീന്. അങ്ങനെ അവനെ കണ്ടു. പിന്നെ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നിഷിത വരുന്നു. അപ്പോൾ നിഷീനെ നമുക്ക് കാണാം. പിന്നെ ഹർഷിയും അമൃതയും നേരത്തെ ഞങ്ങളുടെ ഏകദേശം ഞങ്ങളുടെ സമയത്ത് തന്നെ എത്തി. പക്ഷെ അവർക്ക് ലൊക്കേഷൻ മാറിപ്പോയി. പക്ഷേ അവർ ഓൺ ടൈമിലെത്തി കേട്ടോ. ഗ്രാൻഡ് ഹയത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ ജസ്റ്റ് ഇൻഫോം ചെയ്തു ഇന്ന കമ്പനിയിൽ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ അവരവരുടെ ഗൈഡിനെ തന്നു. ആൾ നമ്മളെ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പാക്കേജ് എന്ന് പറയുന്നത് 1 hour ബോട്ടിംഗ് ആണ് കേട്ടോ. ഹൗസ് ബോട്ടിൽ 1 hour, അത് 10,000 ആണ് പെർ അവർ. 10 പേർക്കാണ് 10,000 പറയുന്നത്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അത് ചൂസ് ചെയ്തു. നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത് അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് പൂൾ ഏരിയ ആണ്. പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ, ഇതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങ് ദൂരെ ഹൗസ് ബോട്ടാണ് കേട്ടോ നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ ആർഷയ്ക്കൊക്കെ ഹൗസ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഈ ഓണം വെക്കേഷൻ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, ഹൗസ് ബോട്ട് ട്രിപ്പ്. അപ്പോൾ അതിന് മുൻപ് തന്നെ അവൾ ടീം ഔട്ടിന് ഹൗസ് ബോട്ടിൽ കയറി എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് പുള്ളിക്കാരത്തേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടീമിൽ സത്യം പറഞ്ഞാൽ 20+ മെമ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഇന്ന് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു 9 പേര് നമ്മളിപ്പോൾ ഇന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് സാറ്റർഡേ ആണ്. മിക്കവർക്കും പല ഫങ്ഷൻസും പല കമ്മിറ്റ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എത്താൻ പറ്റിയില്ല. പക്ഷേ മെമ്പേഴ്സ് കുറവായിരുന്നെങ്കിലും ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് യാതൊരുവിധ കുറവും ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഈ ഹൗസ് ബോട്ട് ഒരു ലക്ഷറി ഹൗസ് ബോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെർ അവർ 10,000 ആണ്. അപ്പോൾ നമുക്കിനി ബോട്ടിൻ്റെ ഉൾവശം കാണാം കേട്ടോ. കയറി ചെല്ലുമ്പം തന്നെ കാണുന്നത് ഒരു ഓപ്പൺ ഹോളാണ് കേട്ടോ. അവിടെ ലിവിങ് ഏരിയ പോലെ സോഫയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വിൻഡോസിലൂടെയൊക്കെയുള്ള വ്യൂ അടിപൊളിയാണ്. പിന്നെ ആദ്യം കുറച്ച് ലൈഫ് ജാക്കറ്റ് മറ്റേ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ തന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു ആ ഒരു ബോട്ട് യാത്ര. അടിപൊളിയായിരുന്നു. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയ കാണാം നമുക്ക്. ലെഫ്റ്റ് സൈഡിലായിട്ട് 2 റൂംസ് ഉണ്ട്, റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡൈനിങ് ഏരിയ പോലെ. ഇതാണ് ഞാൻ പറഞ്ഞ റൂംസിൻ്റെ ഏരിയ. ഇങ്ങോട്ടേക്ക് നമ്മൾ പോന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഡൈനിങ് സെറ്റ്, ഫൈൻ ഡൈനിങ് സെറ്റ് ചെയ്ത് തരാമെന്ന് അവർ പറഞ്ഞതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചൂസ് ചെയ്തത് മലബാർ കഫേ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ബൊഫേ സെറ്റപ്പ് തന്നെയായിരുന്നു. ഞങ്ങൾക്കതായിരുന്നു കൂടുതൽ പ്രിഫറൻസ്. ഇവിടെ 2 വാഷ്റൂംസ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 2 ബെഡ്റൂംസ് ഉണ്ട്. അത് ലോക്ക്ഡാണ്. നമ്മൾ അത് ഓപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് ലോക്ക്ഡാണ്, റൂംസ് ഇല്ല. ഞങ്ങൾ ഈ ഓപ്പൺ ഏരിയ മാത്രം, ഹോളും ഏരിയ മാത്രം, താഴത്തെ ഏരിയ മുകളിലത്തെ ഏരിയ മാത്രമാണ് കവർ ചെയ്തുള്ളൂ. ഇതൊരു ഗോഡൗൺ പോലെ ഒരു അടച്ചിട്ടേക്കാട്ടോ, കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട്. അതൊരു റൂം തന്നെയാണ് കാര്യം.
സത്യത്തിൽ എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞ് ഇതിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലായിരുന്നു മെയിൻ ഹോബി എല്ലാവരുടെയും. സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് മുന്നേ ഫോണിൽ ഇതൊക്കെ പകർത്തുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും അൾട്ടിമേറ്റ് മോട്ടോ. പിന്നെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കോർണറിലാണ് കിച്ചൺ വരുന്നത്. കിച്ചണിലൊരു ചേട്ടനുണ്ടായിരുന്നു. ഞാൻ ചേട്ടനോട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. ഇതാണ് ഈ ബോട്ടിലെ കിച്ചൺ കേട്ടോ. ബോട്ടിൽ ഞങ്ങൾ ഫുഡൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കിച്ചൺ എംപ്റ്റിയാണ് കേട്ടോ. പിന്നെ താഴത്തെ നിലയിലും ടോയ്ലറ്റ്സ് ഉണ്ട്. ഇതാണ് ടോയ്ലറ്റിൻ്റെ ഉൾഭാഗം. ഒരു ചെറിയ ടോയ്ലറ്റ് കേട്ടോ, കൊള്ളാം. പിന്നെ ഹർഷ പിന്നെ ഞങ്ങളുടെ സ്ഥിരം പരിപാടി ഒരു റീൽ എടുക്കുക. അത് എവിടെ പോയാലും ഞങ്ങൾക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഒരു റീൽ എടുക്കുക എന്നുള്ളത്. അങ്ങനെ റീലൊക്കെ എടുത്തു. അടിപൊളിയായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതറിഞ്ഞില്ല. ഞങ്ങളങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് അതിൽ ലുലുവിൻ്റെ എംബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ലുലുവിൻ്റെ ബോട്ടാണ് കേട്ടോ ഇത്. ഈ ബോട്ടിൻ്റെ സൈഡിലുള്ള ഏരിയയൊക്കെ ഫുൾ ഗ്രീനറിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ബാക്ക് വാട്ടർ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല. നമുക്ക് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാതെ അവിടെ നിന്ന് പോരാൻ പറ്റില്ല. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും നമുക്കിനിയുള്ള പ്ലാൻ എന്ന് പറയുന്നത് റെസ്റ്റോറൻ്റ് ആണല്ലോ. അപ്പം റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഇവിടെ കവർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് കറക്റ്റ് ആവുമെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് എന്തായാലും മലബാർ കഫേയിൽ ലഞ്ചിന് ടൈമായി. ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഞങ്ങൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മലബാർ കഫേയുടെ റെസ്റ്റോറൻറ്റ് അകത്ത് കയറി. നമുക്ക് സീറ്റ് റിസർവ്ഡ് ആയിരുന്നു. അത് അവിടെ നമ്മൾ എല്ലാവരും ബാഗൊക്കെ വെച്ച് ഒരറ്റത്തുനിന്ന് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ഞാനിപ്പം ആദ്യം തന്നെ അത്യാവശ്യം കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞ് ആദ്യം തന്നെ ഫോണുമായിട്ട് എഴുന്നേറ്റു. ഇത് ഡെസേർട്ടിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഞങ്ങളിരിക്കുന്ന ടേബിളിൻ്റെ നിയർ ബൈ ഏരിയ എന്ന് പറയുന്ന ഡെസേർട്ടിൻ്റെ ഏരിയ. അപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് നടന്ന് കാണാം, എന്നിട്ട് എന്തൊക്കെ എടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഫസ്റ്റ് ഡെസേർട്ടല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാം നടന്ന് കണ്ടിട്ട് സ്റ്റാർട്ടേഴ്സ് മീൻസ് സാലഡ്സും സൂപ്പൊക്കെ വെച്ച് തുടങ്ങാമെന്ന് തന്നെ കരുതി. ഡെസേർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ പലതരം ടാർട്ടും കേക്കും ചോക്ലേറ്റ്സൊക്കെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കൂടുതലായിരുന്നു. കുറച്ച് സ്വീറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ സ്വീറ്റ്നെസ് കുറവായിരുന്നു. പിന്നെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അത്യാവശ്യം ഞങ്ങൾക്ക് മനസ്സിലായത് മൊത്തത്തിലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെനു ആണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പിക്കിൾസിൻ്റെയൊക്കെ സെക്ഷനാണ്. പിന്നെ ഫിഷിൻ്റെ ഉണ്ട് കസ്റ്റമൈസ് ചെയ്ത്. നമുക്ക് പറയുന്ന ഫിഷ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരത് കുക്ക് ചെയ്ത് നമുക്ക് തരും. അവിടെ ഫിഷിൻ്റെ വെറൈറ്റീസാണ് ഞങ്ങൾ കൂടുതൽ കണ്ടത്. പിന്നെ ഇത് ലഞ്ചാണല്ലോ. ലഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ ഊണിനുള്ള കറികൾ, പിന്നെ കപ്പ, ഫിഷ്, പിന്നെ എന്തുട്ടാ അങ്ങനെ കുറേ സാധനങ്ങൾ. ഇതിപ്പോൾ എല്ലാം ഒന്നും പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ. ഞാൻ കുറച്ചൊക്കെ ഇത് ലിഡ് പൊക്കി കാണിച്ചു തരാം. അത്രയൊക്കെ ഉള്ളൂ. കുറേ ടൈപ്പ് ചോറാണ്. അങ്ങനെ കുറേ ടൈപ്പ് കേരള ഫുഡുകളുണ്ടായിരുന്നു, സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ളത്. ഞങ്ങൾ ചോറ് കറികൾ അങ്ങനത്തെ ഒന്നും ട്രൈ ചെയ്തില്ല കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ കഴിക്കാത്ത കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത കുറച്ച് ഡിഷസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. അല്ലാണ്ട് ഞങ്ങൾ സാധാ ചോറ് കറികൾ അങ്ങനത്തെ ആരും തന്നെ എടുത്തില്ല. പിന്നെ കുറച്ച് ഫിഷ് വെറൈറ്റീസൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇത് സാലഡ്സിൻ്റെ ഒക്കെ സെക്ഷനാണ് കേട്ടോ. വെറൈറ്റീസ് ഓഫ് സാലഡ്സ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാ സാലഡ്സും ട്രൈ ചെയ്തു കേട്ടോ.
കാരണം ഈ പറഞ്ഞ പോലെ സാലഡ്സും നമ്മൾ അങ്ങനെ കഴിക്കാറൊന്നുമില്ലല്ലോ. നമ്മുടെ റെഗുലർ ഡയറ്റിലൊന്നും കേരള സ്റ്റൈലിൽ വരുമ്പോൾ അധികം സാലഡ്സ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാ വെറൈറ്റി സാലഡ്സും ട്രൈ ചെയ്തു. പിന്നെ 2 ടൈപ്പ് പിസ്സ ഉണ്ടായിരുന്നു. ഷവർമ ഓർഡർ ചെയ്താൽ നമുക്ക് ഷവർമ അവർ പ്രിപ്പയർ ചെയ്ത് തരും. അടിപൊളി പിസ്സയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ എല്ലാ ഫുഡും ആസ്വദിച്ച് കഴിച്ചു. പക്ഷേ വയറിന് ഒരു പരിധി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ലിമിറ്റ് ചെയ്തു. അത്രയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, പറ്റുന്നത്രയൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ പരിപാടി ഇവിടെ തീർന്നു കേട്ടോ. ഞങ്ങളുടെ ടീം ലഞ്ച് കഴിഞ്ഞു അല്ലേ ശ്രീതി? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. അമൃതയും പറഞ്ഞേ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ടീം ലഞ്ച്? സൂപ്പർ ആയിരുന്നു. ആൾക്കാര് കുറവായിരുന്നു, പക്ഷെ അടിപൊളിയല്ലായിരുന്നു. നീ പറ എന്ത് എന്ത് പറയൂ. സൂപ്പർ സൂപ്പർ എന്ത് ശ്രീതി ഞങ്ങളുടെ ഒരു എൻ്റർടൈനറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ടീം ലഞ്ച് ഇവിടെ തീർന്നു. ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ശരി, ബൈ, ടാറ്റാ.